അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപിന് ഇതിലും വലിയ പണി ഇനി നൽകാനുണ്ടോ? പടിയിറക്കത്തിന് തൊട്ടു മുൻപ് ട്രംപിന് വലിയൊരു തലവേദന സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് സാക്ഷാൽ ജോ ബൈഡൻ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ ബൈഡൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇറാനെയാണ്. ഇറാന്റെ ആണവ നിലയത്തെ ആക്രമിച്ച് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് പ്രാരംഭം കുറിക്കാനുള്ള ശ്രമത്തിലാണ് ജോ ബൈഡൻ. ഇങ്ങനെ സംഭവിച്ചാൽ റഷ്യൻ പ്രസിഡന്റ് പുതിൻ ചുമ്മാ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലേ? കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ബൈഡന്റെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. ജോ ബൈഡൻ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് എന്ന സ്ഥാനം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. ജനുവരി 20-ന് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിന് വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നതോടെ ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. ഒരിക്കൽ ജോ ബൈഡനോട് തോറ്റ ട്രംപ് പിന്നീടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം മോഹിച്ചതുപോലെ ഒരു ആവർത്തനം ഒരിക്കലും ബൈഡന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇക്കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ സംവാദങ്ങളിൽ ട്രംപിന്റെ മുന്നിൽ അടിയറവ് പറയുന്ന ജോ ബൈഡനെ ലോകം കണ്ടതാണ്. ട്രംപിന്റെ വായ് താളത്തിന് മുന്നിൽ പതറിപ്പോയ ജോ ബൈഡനെ മാറ്റി പകരം കമലാ ഹാരിസിനെ ആ സ്ഥാനത്ത് നിർത്താൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദമുണ്ടായതും ഇതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അവസാന നാളുകളിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതിന്റെ തിരക്കിലാണ്. ഒരിക്കലും മകന് മാപ്പ് കൊടുക്കില്ലെന്ന് വീരവാദം മുഴക്കിയ അച്ഛൻ ധൃതരാഷ്ട്രരാകുന്ന കാഴ്ചയും നമ്മൾ തന്നെയാണ് കണ്ടത്. ക്രിമിനൽ ലഹരി നികുതി തട്ടിപ്പ് കേസുകളിൽ അകപ്പെട്ട മകൻ ഹണ്ടർ ബൈഡന്റെ ഔദ്യോഗികമായി മാപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അത് തെളിയിക്കുകയും ചെയ്തു. പുത്രവാത്സല്യത്തെക്കാൾ വലുതല്ല ഒന്നും എന്ന കാര്യം. നേരത്തെ മകന് മാപ്പ് നൽകില്ലെന്ന പരസ്യ നിലപാടാണ് ജോ ബൈഡൻ എടുത്തിരുന്നത്. ബൈഡന്റെ പദവിയിലെ അവസാനത്തെ നാളുകളിൽ ബൈഡൻ ആ തീരുമാനം തിരുത്തുകയായിരുന്നു. മകനെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ കരുവായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് ബൈഡൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അറിയിച്ചത്. ശരിയായ രീതിയിലല്ല അന്വേഷണം നടന്നതെന്നും സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയവരെക്കാൾ ക്രൂരമായ രീതിയിലാണ് തന്റെ മകൻ വിചാരണ നേരിട്ടതെന്നും ബൈഡൻ പറയുന്നു. ഒരു അച്ഛനായും പ്രസിഡന്റായും ഈ തീരുമാനം എന്തുകൊണ്ട് എടുത്തുവെന്ന് അമേരിക്കക്കാർക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നുവെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ജോ ബൈഡന് ഇനി എന്ത് ചെയ്യാനും മടിയില്ലെന്നാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. ഇനി ഇറാനിലേക്ക് വരാം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് കൂടുതൽ കരുത്തു നൽകിയ വ്യക്തിയാണ് ജോ ബൈഡൻ എന്ന് പറയാതെ വയ്യ. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തെ നിലവിൽ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് എത്തുന്നതിന് മുൻപ് കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാക്കാനുള്ള പദ്ധതിയാണ് ജോ ബൈഡനുള്ളത്. അതിനുവേണ്ടിയുള്ള പണികൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന്റെ അവസാന ആഴ്ചകളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവന്ന എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ് ഇറാൻ ആണവശേഷി വികസിപ്പിക്കാനുള്ള സാധ്യതയെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ചർച്ചകൾ. പ്രാദേശിക ആഗോള സുരക്ഷയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ആണവായുധം വികസിപ്പിക്കുന്നതിലേക്കുള്ള ഇറാന്റെ പുരോഗതിയായിരുന്നു പ്രാഥമികമായ അമേരിക്കയുടെ ആശങ്ക. ഈ ആശങ്കയ്ക്ക് മുകളിലേക്ക് എണ്ണയും തീയും കോരിയിടുന്ന പദ്ധതികളാണ് അവർ നടപ്പിലാക്കുന്നത്. അത്രയും പ്രസിഡന്റ് ബൈഡനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനും വിവിധ സൈനിക സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നതിനായി രഹസ്യ ചർച്ചകളിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാൻ ആണവ പദ്ധതി ത്വരിതപ്പെടുത്തുകയും യുറേനിയത്തെ ആയുധ നിലവാരത്തിലേക്ക് സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ ചർച്ചകൾ ഇൻകമിംഗ് അഡ്മിനിസ്ട്രേഷന്റെ സാഹചര്യത്തെക്കുറിച്ചും സാധ്യതയുള്ള പ്രതികരണത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ റഷ്യ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-ന് ഇസ്രയേലിന് മേൽ ഇറാൻ കൈവച്ചതു മുതലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. ഇസ്രയേലിന് എല്ലാ സഹായവും ചെയ്ത് അമേരിക്ക ഒപ്പം തന്നെ നിന്നു. ആയുധബലം നൽകി ഇസ്രയേലിന് വലിയ പിന്തുണ നൽകി. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ തന്നെ വലിയ തിരിച്ചടി ഇസ്രയേൽ നൽകുമെന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സാക്ഷാൽ റഷ്യ ഇറാന് രക്ഷകനായി അവതരിക്കുന്നത്. ഇറാന് ആയുധം നൽകി കൂടെ നിന്നത് റഷ്യയായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് റഷ്യൻ റൈഫിളുമേന്തിയാണ്. ഇതൊരു തുറന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു. റഷ്യ ഇറാനൊപ്പമാണെന്ന തുറന്ന പ്രഖ്യാപനം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും വൻ ദുരന്തമായിരിക്കുമെന്ന് റഷ്യ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അത്തരം ആക്രമണങ്ങളുടെ സാധ്യതയെക്കുറിച്ച് സാങ്കല്പികമായി പോലും ചിന്തിക്കരുതെന്ന മുന്നറിയിപ്പായിരുന്നു റഷ്യ അന്ന് തന്നെ നൽകിയത്. നേരത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും സമാനമായ മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലെ റഷ്യൻ നിലപാട് അറിഞ്ഞതോടെയാണ് ഇസ്രയേൽ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി അമേരിക്ക രംഗത്ത് വന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷത്തിൽ റഷ്യ നേരിട്ട് ഇടപെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരമൊരു അഭ്യർത്ഥന അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇതൊക്കെ അമേരിക്കയുടെ തന്ത്രം മാത്രമായിരുന്നു എന്ന കാര്യം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ.
ഇസ്രയേലിലെ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നതിനാൽ തിരിച്ചടിക്കണമെന്ന വാശിയിലായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അത് പലതവണ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇറാന് താങ്ങാനാകാത്ത പ്രഹരമായിരിക്കും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയ ഫയലിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇതിനകം ഒപ്പുവെച്ചതായി ABC ന്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രയേൽ എന്തായാലും തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. ഇറാനിലെ ആണവ എണ്ണ കേന്ദ്രങ്ങളിലോ ജനവാസ കേന്ദ്രങ്ങളിലോ മിസൈൽ വീണാൽ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടാത്ത പ്രഹരം ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പിന്നീട് സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഇസ്രയേൽ കനത്ത പ്രഹരം ഇറാന് നൽകുമെന്ന വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ മറ്റൊരു ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നല്ലൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ യുദ്ധങ്ങളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. മാത്രവുമല്ല, ട്രംപിന്റെ വലങ്കൈയായ ഇലോൺ മസ്ക് ആണെങ്കിൽ അതിന് ഒട്ടും പിന്തുണയ്ക്കുന്നുമില്ല. മസ്കിനെ സംബന്ധിച്ച് പശ്ചിമേഷ്യൻ മണ്ണ് മികച്ച ബിസിനസ് സംരംഭകത്തിന്റെ ഈറ്റില്ലമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതോടെ അത് ബിസിനസ് മേഖലയെ കാര്യമായി ബാധിക്കും. ഇത് അദ്ദേഹത്തിന്റെ കോടികളുടെ ബിസിനസിനെ വളരെ പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി പരിശ്രമിച്ചത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി മസ്ക് ഇറാൻ പ്രതിനിധിയെ കണ്ട് സംസാരിച്ചു എന്ന വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലാക്കപ്പെട്ടിരുന്നു. ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കി. ഡമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണം, അതിനു തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ, ഇറാനിലെ ഇസ്ഫാൻ എയർബേസിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങി ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നുവെങ്കിലും അവയൊന്നും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എസ്കലേറ്റ് ചെയ്തില്ല അഥവാ രൂക്ഷമായില്ല എന്നതാണ് സത്യം. എന്നാൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഒക്ടോബറോടെ മാറി മറിഞ്ഞു. ഇസ്രയേലിലെ ടെൽ അവീവിൽ ഉൾപ്പെടെ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ആക്രമണം നടത്തിയെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡും വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. 180ഓളം മിസൈലുകൾ ഇറാൻ തൊടുത്തു എന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചിരുന്നത്. ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന വലിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുതെന്നും വാദിക്കുന്ന പ്രതിരോധ വിദഗ്ധർ ഇസ്രയേലിലുണ്ട്. ഇറാനുമായി യുദ്ധം ആരംഭിച്ചാൽ അത് ഇസ്രയേലിന് നാശം ചെയ്യുമെന്നാണ് ചിലർ പറയുന്നത്. ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടും. US ഇസ്രയേൽ പക്ഷത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരു ലോകയുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ നയിക്കാം. ഒരു യുദ്ധത്തിന് ഇസ്രയേൽ ഇപ്പോൾ തയ്യാറല്ലെന്നാണ് യുദ്ധത്തെ എതിർക്കുന്ന ഇസ്രയേൽ വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നത്. യുദ്ധം മേഖലയിലാകെ നാശമുണ്ടാക്കുമെന്നും തങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നില്ലെന്നും ഇസ്രയേലാണ് പ്രകോപനമുണ്ടാക്കുന്നതെന്നും ഇറാന്റെ പ്രസിഡന്റ് UN പറഞ്ഞിരുന്നു. രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന് നയപരവും തന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുഷ്യം വർദ്ധിപ്പിച്ച പല സംഭവങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടാൻസ് ആണവ നിലയത്തിലെ ആക്രമണം. സ്റ്റക്സനൈറ്റ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ. ഇസ്രയേൽ US സഹകരണത്തിലാണ് സ്റ്റക് നൈറ്റ് വികസിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ US നയിക്കുന്ന പാശ്ചാത്യ ചേരി ഇന്നും ഭയത്തോടെയും സർവോപരി സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ഈ ഭയത്തിന് ആക്കം കൂട്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതൊക്കെ. ജോ ബൈഡൻ തന്റെ അവസാന ദിനങ്ങളിൽ ഇറാനിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് ലോകത്ത് തന്നെ ഉണ്ടാക്കുക. സമാധാനം എന്ന വാക്ക് പിന്നീട് ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞു പോകും. ഇറങ്ങുന്നതിന് മുൻപ് ട്രംപിന് ഇതിലും വലിയ പണി നൽകാനില്ലല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുന്ന ട്രംപിനെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈഡന്റെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.